ഒരു 2-3 വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം പുള്ളിയായിട്ട് ഫാഷൻ ഷോയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺടാക്റ്റിലുള്ള ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെറിയ പൈസ സെൻഡ് ചെയ്താൽ പോലും ഞാൻ പൈസ സെൻഡ് ചെയ്തതിന് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ആളുടെ അച്ഛന് സുഖമില്ല, കറക്റ്റ് തെളിവാട്ടോ, നിങ്ങൾ കേട്ടോ, ആളുടെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തു. ഒരു 8,000 രൂപ ഒരു തവണയാണ് കൊടുത്തിട്ടുള്ളൂ. പറഞ്ഞേക്ക് 8,000 കൊടുത്തു, ഒരു തവണ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം, അത് കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 10 ദിവസം ആയില്ല, അതിന് മുമ്പ് ചോദിക്കുക രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാം അപ്പം മരിച്ചു എന്ന് പറയണം. അപ്പോൾ അപ്പം മരിച്ചു ഒരു 1000 രൂപ വരുമ്പോൾ വണ്ടിക്കാശിന് പോകാനെന്ന് പറയണം. അപ്പോൾ അത് തന്നെ ഞാൻ 1000 രൂപ ചോദിച്ചപ്പോൾ 2,000 രൂപ കൊടുത്തു. ഇനി വേറെ ആൾക്കാരും ചോദിക്കണ്ട, നിങ്ങൾ നേരെ വിട്ടു പോകും, അപ്പം മരിച്ചല്ലേ എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു. ഇത്രയും കാര്യം ഞാൻ ചെയ്തുള്ളൂ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്കുക. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ബിഗ് ബോസ് വിജയിച്ച ആളാണ്. വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി, അതായത് സിനിമ ജീവിക്കാനല്ലടാ എൻ്റെ ആഗ്രഹം. എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങൾ ജനപ്രേക്ഷകർ കൊടുക്കണ ഒരു ബാഡായിട്ടുള്ള ഇമേജ് കൊടുക്കല്ലേ. എനിക്ക് ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ സാധനത്തിന് ഇനി എവിടെ ആരും യൂസ് ചെയ്യാനാണോ ഞാൻ വിളിച്ചു പറയും. നീ പറഞ്ഞു തരണ്ട. നിങ്ങൾ നിരപരാധിയാണെന്ന് എക്സൈസിന് ബോധ്യപ്പെട്ടോ? അതെ അതെ, ഞാൻ 2 ട്രാൻസാക്ഷനുള്ളൂ. നിങ്ങൾ നിരപരാധിയാണെന്ന് നിരപരാധി ബോധ്യപ്പെട്ടോ? വരുമ്പോൾ ചോദിച്ചോ, അവർ പറയും. ഞാൻ നിരപരാധിനെ പോകണമെങ്ങനെയാ. ഞാൻ ഈ കേസിന് എൻ്റെ പേര് ഫസ്റ്റ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ ആലപ്പുഴയിൽ ഞാനിവിടെ എൻ്റെ മാർഷൽ പണിക്ക് സാറ് മരിച്ചത് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഓടി വിളിച്ചില്ല. ഞാൻ ഇന്നലെ ഇവിടെ കൽപ്പറ്റയിൽ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഞാൻ പോസ്റ്റ് ഇട്ട് തന്നെ പോയത്. ഞാൻ ഓടി വിളിച്ചില്ല. പിന്നെ നിങ്ങളെ മീഡിയ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, എന്നെക്കുറിച്ച് ബാഡായിട്ട്, അതായത് അതിനകത്ത് എന്നെ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ച ആൾക്കാരുണ്ട്. മറ്റേതിനകത്ത് സത്യമായിട്ട് ഞാൻ ന്യൂയറായിട്ട് പോവും, ഏതറ്റം വരെ പോവും. നിങ്ങൾ അറസ്റ്റിലായെന്ന് വാർത്ത കൊടുത്താരാണ്? തസ്ലീം തന്നെ. തസ്ലീം അത് ഏത് സമയത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് നടക്കല്ലേ, ഏകദേശം കടത്ത തന്നെയാണ്. ഏകദേശം അടുത്താണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത്. ആ ഡേറ്റ് എനിക്കറിയില്ല. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം വേണ്ടേ, നിങ്ങളെ ആയിട്ട് എനിക്ക് പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളായിട്ട് എനിക്ക് പരിചയമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല? അറിയാം. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ എനിക്ക്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം. ഈ പറഞ്ഞ ഈ ലോകത്ത് എൻ്റെ നമ്പറില്ലാത്ത ആൾക്കാർ കുറവാണ്. തസ്ലീമല്ല, ഞാനാ ഫേമസ് ആക്കണേ. എൻ്റെ നമ്പർ അവരുടെ കയ്യിലാണ്. എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിനൊരു ബന്ധമുണ്ട്. എന്താ പറയുക നിങ്ങൾക്ക്? അതായത് ആത്മാർത്ഥ ബന്ധം. അപ്പന് സുഖലാന്മാർ വിളിക്കരുത്. അപ്പം നിങ്ങളുടെയൊക്കെ അപ്പന് സുഖലാന്മാർ വിളിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ധ്യാനമായിട്ട് വിളിക്കണമല്ല. അതായത് പരിചയം കൊണ്ടല്ലേ വിളിക്കണത്. അറസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വാർഡ് കൊടുത്താൽ അവർക്കറിയാം. ആ സാധനം ഇവിടെ പ്രത്യേകിച്ച് ആ സാധനം ഇവിടെ കൂടുതൽ ഇങ്ങോട്ട് പോയിക്കണത് എയറിലേക്ക്. ആരെ കൊടുത്തെന്ന് ഞാൻ പറയാം. ആ കേസ് കൊടുത്തിട്ടുണ്ട്. ആ സാധനം എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എല്ലാവരും കണ്ടത്, നാട്ടുകാരൊക്കെ ആണ്. അറസ്റ്റ് ചെയ്തല്ല. സുഹൃത്തെ, എനിക്ക് ഫാഷൻ ഷോ വെച്ചാൽ അവരെ മാത്രമല്ല കുറേ ആൾക്കാരെ പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ട്. എനിക്ക് പരിചയമുണ്ട്. എനിക്കെല്ലാം ഈ ലോകത്തുള്ള ഞാൻ അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പർ സീസൺ ജയിച്ച ആളാണ് ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടാവും. പിന്നെ കുറച്ച് എൻ്റെ ആത്മാർത്ഥം വോട്ട് ചെയ്തായിരിക്കും. എനിക്ക് ഓർമ്മയില്ല. 3-4 വർഷം മുമ്പല്ലേ ഞാൻ ഇങ്ങനെ ഓർക്കണേ. എനിക്കറിയില്ല. സൗമ്യതാ എനിക്ക്. ഞാൻ പറഞ്ഞില്ല, അവര് മോഡലാണ്. ഞാൻ അറിയും മോഡൽസിന്. ആരെ അറിയാത്ത സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞേ. സാമ്പത്തിക ഇടപാടല്ല എങ്കിൽ ഞാൻ ഡ്രഗ്സ് കേസിൽ പെട്ട് അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പടി അടിക്കും ഇവർ എന്നെ വിടുന്നു. ഇവർ വിടോ? എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പൊക്കളാന്ന് പറഞ്ഞു. എന്നോട് ഹാജരാവാൻ പറഞ്ഞിട്ടില്ല.
അറിയാവോ? എനിക്കറിയില്ല എന്താണ് നിങ്ങൾക്ക് എന്താ ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചോദിച്ചാലും ഇവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ. ചോദ്യം ചെയ്യൽ പൂർത്തിയായോ അതോ വീണ്ടും ഹാജരാകണമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചോ. അതെ, ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം. ഈ മിനിങ്ങാന്ന് അത് എൻ്റെ കാര്യമാട്ടാ, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. മിനിങ്ങാന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിഗ് ബോസിൽ പോയി തന്നെ ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് മിനിങ്ങാന്ന് വയനാട്ടിൽ വെച്ചൊരു പടം അനൗൺസ്മെൻറ്റ് ചെയ്തു. പടത്തിൻ്റെ പേരാണ് ദയാവധം. അതിൻ്റെ പിന്നാലെയാണ് ഞാൻ. അതിൻ്റെ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ. അതിനകത്ത് നായകനാണ് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുക. ആ പടത്തെക്കുറിച്ച് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. അവർ ഇവരെങ്ങനെ അറിയും ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ചോദിച്ചില്ലേ, അവർ ചോദിച്ചാലും ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദിച്ചു. അടിപൊളിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നെ, ഇവരും പറഞ്ഞു തന്നെ, വേറെ ഒന്നും ചോദിച്ചല്ല. ട്രാൻസാക്ഷൻ അതെ 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 അതെ.